വല്ലാണ്ട് പറ്റുമോ മോനെ? സാരമില്ല, ഞാൻ പോവാം അമ്മ. നീ എവിടേക്കാ പോണത്? കുന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ. കൈ എങ്ങനെ സരിക്കുക? ആണായിരുന്നെങ്കിൽ ഓനെ തല്ലിക്കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടോട്ടേക്ക് പോവാ? വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പിന്നെ ആരെ പേടിക്കാനാ എന്റെ മോനെ? ആമിന, ആരാ? ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ അസീസ്. ഞാൻ പോവാ. എനിക്കറിയാം ആമനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. ആമനെ വായിക്കണം. എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേ ഇതാ. സാരമില്ല, ആമനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിധിയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ അവിടെ. അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട. സ്വയം എഴുതാൻ പഠിക്കണം. എന്താ പഠിക്കില്ലേ? ആ കുഞ്ഞലേ വരും. ഓന്റെ അടുത്ത് നമ്മൾ ബാണിയംകുളം ചന്ത കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ നാസർ. മനസ്സിലായി. ആളുകളെ പേപ്പിക്കാൻ നടക്കണോ? ആനക്കൊന്നും വേറെ പണിയില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാന്ന്. പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഐദോസ്കയും പഠിപ്പിക്കാം. കയ്യടാ, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക് പറ്റുമോ? ഐദോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഐദോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ എന്റെ കൂടി 45 കൊല്ലമായിട്ട് മുഖത്ത് നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണമെന്ന് ഹൈദ്രോസിനോട് കടന്നു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. നീ വിഷമിക്കണ്ട. അന്റെ മോഹല്ലേ, നമ്മൾ വഴി ഉണ്ടാക്കാം. മാഷെ, മൂപ്പര് പറഞ്ഞോണ്ട് മാഷ് ഒന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ആമിനിക്ക് പഠിക്കണമെന്നുണ്ട്. ക്ലാസ്സിൽ വരാൻ കഴിയൂല. അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അപ്പോ നാളെ മുതല് ഇന്നലെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേൾക്കണ വരെ ഓളെ ഉറങ്ങിയിട്ടില്ല. ആമിനിക്കെന്താ പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ട എന്താ ഉണ്ടാവുക? നമ്മളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയല്ലേ.